ഹലോ, ബിൽഡ് യുവർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കീർത്തി. RRB എക്സാംസ് 20 ഡേയ്സ് റിവിഷൻ സീരീസ് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതുവരെ ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്ത് വരുന്നതായിരിക്കും. ഇന്ന് നമ്മൾ റീസണിങ്ങിനെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ ഈ വീഡിയോസ് യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്നവർക്ക് ഇതൊന്ന് ഷെയർ കൂടെ ചെയ്തു കൊടുക്കുക. അതുപോലെ നമുക്ക് ഇതുവരെയും ചെയ്ത വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് 2-3 പ്ലേലിസ്റ്റ് ഉണ്ട്. 20 ഡേയ്സ് റിവിഷൻ സീരീസ് എന്നും 90 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിലെല്ലാം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റീസണിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് നോക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പാറ്റേൺസ് ആണ് ഡിസ്കസ് ചെയ്യണത്. ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസ് നോക്കിയിട്ട് ആ പാറ്റേണിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇന്നും നമ്മളൊരു 10 പാറ്റേൺ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ദാ ഇവിടെ നോക്കിയാൽ നമുക്കൊരു വേർഡ്, ഒരു സെന്റൻസ് തരും, അതിനൊരു കോഡ് വേർഡ് തരും. എന്നിട്ട് ഒരു വേർഡിന്റെ മീനിങ് ഈ കോഡ്സിൽ നിന്നും ആ ഒരു വേർഡിനെ നമ്മൾ ഏത് കോഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, മൈ ഓൺ ആൻഡ് ഈസ് റൂഡ്, ദെൻ യു ആർ നൈസ് ബട്ട് റൂഡ് ടു. അപ്പൊ ഇത് രണ്ടെണ്ണത്തിലും റൂഡ് എന്നുള്ള വേർഡാണ് കോമൺ ആയിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നതും റൂഡിനുള്ള കോഡ് വേർഡാണ്. അപ്പൊ നമ്മൾ കോഡ് നോക്കുകയാണ്. കോഡിനകത്ത് കോമൺ ആയിട്ട് ഏതെങ്കിലും ഉള്ള ആ ഒരെണ്ണമായിരിക്കും റൂഡിന്റെ കോഡ് വേർഡ് അല്ലെ. റൂഡ് കോഡ് എന്നൊക്കെ പറയുമ്പോൾ കംപ്ലീറ്റ് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അത്രയും കൺഫ്യൂഷൻ പോകണ്ട. റൂഡ് എന്ന വേർഡിനുള്ള കോഡാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ KA ആണ് രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത്. സോ റൂഡ് എന്ന വേർഡിനുള്ള കോമൺ ആയിട്ടുള്ള കോഡ് എന്താണ്? KA ആണ് കോഡ്. ഓക്കെ, അടുത്തത്, പോയിന്റിംഗ് ടു എ വുമൺ, ശൈലേഷ് സെഡ് ഷീ ഈസ് ദ യങ്ങസ്റ്റ് ഡോട്ടർ ഓഫ് മൈ ഫാദർ ഇൻ ലോസ് ഓൺലി സൺ. അപ്പൊ ശൈലേഷിന്റെ ഫാദർ ഇൻ ലോയുടെ മകൻ, സണ്ണ്, അവരുടെ മകളാണ് ആ കുട്ടി എന്നാണ് ആര് പറഞ്ഞത്? ശൈലേഷ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ശൈലേഷ് ആ കുട്ടിയുടെ അച്ഛനുമായിട്ട് എന്താണ് റിലേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ കുട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞാല് ശൈലേഷിന്റെ ഫാദർ ഇൻ ലോയുടെ മകനാണ് അല്ലെ. ശൈലേഷിന്റെ ഫാദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ അച്ഛനാണ്. അപ്പൊ ഭാര്യയുടെ സഹോദരനാണിത്. സോ ശൈലേഷ് ആരാണ്? ബ്രദർ ഇൻ ലോ ആണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If the second half of the given series is reversed, then what will be the 5th term to the left of the 9th term from the right? Okay, അപ്പൊ സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ പകുതി ആക്കണം അല്ലെ. അപ്പൊ ടോട്ടൽ 20 വേർഡ്സ് ലെറ്റേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് എന്നുള്ള 10 നമ്മൾ റിവേഴ്സ് ചെയ്യണം. ലാസ്റ്റ് എന്നുള്ള 10 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നോക്കാം. ലാസ്റ്റ് എന്നുള്ള 10 പെർസെൻറ്റേജ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇത്രയും നമ്മൾ റിവേഴ്സ് ചെയ്ത് എഴുതി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ്, ഇത് ഇങ്ങനെ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റൈറ്റിൽ നിന്നും 9th ടേം ആദ്യം ഏതാണെന്ന് നോക്കുക. റൈറ്റിൽ നിന്നും 9th ടേം എന്ന് പറയുമ്പോൾ D ആണ് 9th ടേം. ഓക്കെ, ഇനി എന്താണ്? ആ 9th ടേമിന്റെ ലെഫ്റ്റിൽ നിന്നുള്ള 5th ടേം ആണ്. അപ്പൊ 1, 2, 3, 4, 5. അപ്പൊ എന്താണ്? 6 ആണ് എന്ത് വരുന്നത്? നമുക്ക് വരുന്ന ആൻസർ. ഓക്കെ, 6 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു കോഡ് ലാംഗ്വേജിൽ നമുക്ക് ക്ലൗഡ് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ക്ലൗഡ് GTRKF എന്നാണ് നമ്മുടെ കോഡ് ലാംഗ്വേജിൽ പറഞ്ഞിരിക്കുന്നത്. അതേ കോഡ് ലാംഗ്വേജിൽ സൈറ്റ് എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെന്താണ്? സിയും ജിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? DEFG അല്ലെ, DEFG. അപ്പൊ എസ് കഴിഞ്ഞാൽ PQRS, TUVW ആണ് ഇവിടെ വരുന്നത്. അത് എല്ലാറ്റിലും W ആണുള്ളത് അല്ലെ. ഇനി L എന്താണ്? KL ആണ്. ഓക്കെ, ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് റിലേഷൻ വരുന്നത്, KL. അപ്പൊ ഐയുടെ തൊട്ട് മുന്നേ എന്താണ് വരിക? ഐയുടെ തൊട്ട് മുന്നേ H ആണ് വരിക. അത് ഇവിടെ വരും.
ഓക്കെ, ഇനി ഇവിടെ എന്താ വരിക? എച്ചിന്റെ ടി യു ആണ് അല്ലെ, ടി യു. അപ്പൊ എച്ചിന്റെ തൊട്ട് പുറകിൽ എന്താ വരിക? ജി എച്ച് ആണ് വരിക. ഇവിടെ ഒ പി ക്യു ആർ ആണ് വരിക. അപ്പൊ ജി എച്ച് ഐ ജെ, ഇവിടെ ജെ ആണ് വരിക. ഇവിടെ ഡി ഇ എഫ് ആണ്, ടി യു വി ആണ് വരിക. സോ ഡബ്ല്യു ജി ജെ എച്ച് വി ആണ് നമ്മുടെ കോഡ് ലാംഗ്വേജിൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ കോഡ് ലാംഗ്വേജസിന്റെ ക്വസ്റ്റ്യൻസ് കുറേ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അടുത്തത്, ഇഫ് എ മിറർ ഈസ് പ്ലേസ്ഡ് ഓൺ ദ ലൈൻ എ ബി, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫിഗേഴ്സ് ഈസ് ദ റൈറ്റ് ഇമേജ് ഓഫ് ദ ഗിവൺ ഫിഗർ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ഇവിടെ ഫിഗർ വരയ്ക്കുക തന്നെ വേണം. വരച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫിഗർ കിട്ടുള്ളൂ. ഇതിനെ നേരെ ഇങ്ങോട്ടേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ തിരിക്കുമ്പോൾ ഇത് എങ്ങനെ വരും? ഇങ്ങനെ വരും അല്ലെ, ഇവിടെ വരും. ഇങ്ങോട്ടേക്കുള്ളത് ഇപ്പുറത്തേക്ക് വരും, എന്നിട്ട് ഇത് ഇങ്ങനെ വരും. പിന്നെ ഇവിടെ ഇരിക്കുന്നത് നേരെ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഇതിനകത്ത് എന്ത് വരും? ഇങ്ങോട്ടേക്ക് വരും, ഇങ്ങനെ വരും അല്ലെ, ഇങ്ങനെയാണ് വരിക. സോ നമ്മുടെ ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ എപ്പോഴും ഇമേജ് നമ്മൾ വരച്ച് കഴിഞ്ഞിട്ട് മാത്രം ആൻസർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ആണ്. സം ബൈക്സ് ആർ വൈറ്റ്, ഓൾ വൈറ്റ് ആർ ബ്രൗൺ, നോ ബ്രൗൺ ഈസ് എ ബുക്ക്. അപ്പം എന്താണ്? ചില ബൈക്കൊക്കെ എന്താണ്? വൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈക്ക് വൈറ്റ്. ഇനി ഒരു ബ്രൗണും എന്തല്ല? ബുക്കല്ല. ഓക്കെ, ഏത് ബ്രൗണും? ബ്രൗണ് വേറെ, ബുക്ക് വേറെ. ഓക്കെ, ബ്രൗണ് വേറെ, ബുക്ക് വേറെ തന്നിട്ടുണ്ട്. സം ബൈക്സ് ആർ ബ്രൗൺ, ഓൾ വൈറ്റ് ആർ ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ വൈറ്റ് ആർ ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ വൈറ്റും ബ്രൗൺ ആണ്. ഓക്കെ, ഇനി ബ്രൗണ് വേറെ, ബുക്ക് വേറെയാണ്. ഓക്കെ, നമുക്ക് എന്താണ്? സം ബൈക്സ് ആർ ബ്രൗൺ. മേ ബി വൈറ്റ് ആയിട്ടുള്ള ബൈക്കുകളൊക്കെ എന്താവാം? ബ്രൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. സം ബുക്ക് ബീയിങ് ബൈക്ക് ഈസ് എ പോസിബിലിറ്റി. ബുക്ക് ബൈക്ക് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ബുക്ക് ബൈക്ക് ആവാനുള്ള പോസിബിലിറ്റി മേ ബി സംഭവിച്ചേക്കാം അല്ലെ, മേ ബി സംഭവിച്ചേക്കാം. നൈദർ സം വൈറ്റ് ആർ ബുക്ക്, ചില വൈറ്റ് ബുക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഒന്ന് മാത്രമാണോ ഫോളോ ആവുക? അല്ല, രണ്ട് മാത്രം ഫോളോ ആവുന്നില്ല. 1ഉം 2ഉം ഫോളോ ആവാനുള്ള ചാൻസ് ഉണ്ട്. 1 and 2 ഫോളോ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷനിൽ വരുന്നത്. അടുത്തത്, in the given diagram, set U is the universal set and set L, M and N represent students studying history, geography and language respectively. അപ്പൊ L എന്താണ്? ഹിസ്റ്ററി ആണ്. M geography ആണ്. N ലാംഗ്വേജ് ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി പഠിക്കുന്ന, ലാംഗ്വേജ് പഠിക്കാത്ത കുട്ടികളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, 3ഉം കൂടെ ഉള്ളതാണ് എല്ലാം പഠിക്കുന്ന കുട്ടികൾ. എല്ലാം പഠിക്കുന്ന 2 കുട്ടികളെ ഉള്ളൂ അല്ലെ. പിന്നെന്താണ്? ഇവിടെ ഹിസ്റ്ററിയും ലാംഗ്വേജും പഠിക്കുന്ന 4 കുട്ടികളുണ്ട്. ഹിസ്റ്ററിയും ഇവിടെ എന്താണ്? ജോഗ്രഫിയും പഠിക്കുന്ന 5 കുട്ടികളാണ് ഉള്ളത്. ഹിസ്റ്ററിയും ജോഗ്രഫിയും പഠിക്കുന്ന 5 കുട്ടികളാണുള്ളത്. ആ കുട്ടികൾ എന്ത് പഠിക്കുന്നില്ല? ലാംഗ്വേജ് പഠിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അത് നമ്മൾ ആ ഒരു ഡയഗ്രാം നോക്കി പ്രോപ്പർ ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമുക്ക് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഒന്ന് ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. ഇനി ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നോക്കിയേ, നമുക്ക് H20 നമുക്ക് തന്നിരിക്കുന്നത് ഒരു സെക്കൻഡ്. ഓക്കെ, H20, K26, P36 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം Hൻ്റേത് നമുക്കറിയാം 8 ആണ് അല്ലെ. ആ 8+2 എന്താണ്? 10 ആണ്. 10 into 2 എന്താണ്? 20 ആണ്. ഓക്കെ, അതുപോലെ K എന്ന് വെച്ചാൽ എന്താണ്? H+3 ആണ് K.
എച്ചിൻ്റെ കൂടെ ഒരു 3 ആഡ് ചെയ്തപ്പോൾ കെ എന്ന് കിട്ടി. കെ നമ്മൾ എന്ത് ചെയ്തു? കെ 11 ആണ്. 11 + 2 എന്താണ്? 13 ആണ്. 13 × 2 ആണ് 26 വരുന്നത്. അപ്പം ഇനി കെ + 3 എന്താ? കെ എൽ എം എൻ ഒ പി. അപ്പം അത് ഇനി നമ്മൾ ഇവിടേക്കല്ല നോക്കേണ്ടത്, നമ്മളിതാ ഇവിടെ ഇനി അടുത്തതാണ് നോക്കേണ്ടത്. പി 36 തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 36 അറിയാം അല്ലെ. പി എന്താണ്? 16 ആണ്. 16 + 2 എന്താണ്? 18 ആണ്. × 2 എന്താണ്? 36 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ H + 3 ആണ് കെ. അങ്ങനെയാണെങ്കിൽ P + 3 എന്താണ്? P Q R S ആണ് വരിക. സോ നമുക്ക് എസ് ആണെന്ന് മനസ്സിലായി. എസ് എന്താണ്? എസ് എത്രയാ വേർഡ്? എസ് 19 ആണ് അല്ലെ. 19 + 2 എന്താ? 21 ആണ്. × 2 എന്താണ്? 42 ആണ്. സോ എസ് 42 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കോഡ് ലാംഗ്വേജിൽ 5 നമ്മൾ കോഡ് ചെയ്തിരിക്കുന്നത് 5940. അതെങ്ങനെയാണെന്നറിയോ? എഫ് എന്ന് വെച്ചാൽ എന്താണ്? എഫിന്റെ വേർഡ് എന്താ? എഫ് 6 ആണ്. 6 × I എന്താ? 9 ആണ്. വി 22 ആണ്. ആൻഡ് ഇ 5 ആണ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 5940 എന്ന് പറയുന്നത്. അപ്പൊ ഇനി 9ന്റെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? 9ന്റെ എന്ത് ചെയ്താൽ മതി? n എന്താണ്? 14 ആണ്. I 9 ആണ്. n again 14 ആണ്. E 5 ആണ്. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8820 എന്നാണ് ആൻസർ കിട്ടുക. സോ 8820 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ കുറെ ടൈപ്പ് ഓഫ് പാറ്റേൺസ് ആണ്. അപ്പൊ ഇത് തന്നെ വരുമോ എന്ന് ചോദിച്ചാൽ ഇത് തന്നെ വരും എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു ഷിഫ്റ്റിൽ ഒരാൾക്കെങ്കിലും ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും വരും. നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതിൽ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഒരാൾക്ക് വരും. അങ്ങനെ കുറെ പേർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യനും എല്ലാവർക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഒരു ഫാമിലിയിൽ 6 മെമ്പേഴ്സ് ഉണ്ട്. പി ക്യു ആർ എസ് ടി ആൻഡ് യു. പി ഈസ് ദ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, പി ഈസ് ദ ഫാദർ ഓഫ് ടി. അപ്പൊ പി എന്താണ്? ടിയുടെ ഫാദർ ആണ്. ഓക്കെ, പി ടിയുടെ ഫാദർ ആണ്. യു ഈസ് ദ സിസ്റ്റർ ഓഫ് പി. പിയുടെ സിസ്റ്റർ ആണ് യു. ഓക്കെ, യു സിസ്റ്റർ ആണ്, ഫീമെയിൽ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതവിടെ കൊടുത്തു. ആർ ഇസ് ദ ഓൺലി സൺ ഓഫ് പി. ഓക്കെ, ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? പിയുടെ ഒരേ ഒരു മകനാണ് ആർ എന്ന് പറയുന്നത്. അപ്പൊ ആറ് നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലായി? ടി എന്താണ്? പോസിറ്റീവ് ആണ്, ഫീമെയിൽ ആണെന്ന് മനസ്സിലായി അല്ലേ? ഓക്കെ, അപ്പൊ ഇനി എന്താണ്? ക്യു ആൻഡ് എസ് ആർ ഡോട്ടേഴ്സ് ഓഫ് യു. യുവിന്റെ ഡോട്ടർ ആണ് ആരെന്ന് പറയണത്? ക്യൂവും എസും യുവിന്റെ ഡോട്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? പി ബ്രദറും യു സിസ്റ്ററുമാണ്. സിസ്റ്ററുടെ പെൺകുട്ടികളാണ് ക്യു ആൻഡ് എസ്. പി ആയിട്ടുള്ള ബ്രദറിന് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയുമാണ് ഉള്ളതെന്ന് മനസ്സിലായി. നമ്മളോട് ഇനി എന്താ ചോദിച്ചിരിക്കണേ? യുവും ആറും തമ്മിലുള്ള റിലേഷൻ. യു ആറിന്റെ ആരാണ്? ആന്റി ആണ് അല്ലെ. അച്ഛന്റെ സിസ്റ്റർ ആണ് യു എന്ന് പറയുന്നത്. ഓക്കെ, യു ആറുമായിട്ട് എങ്ങനെയാ റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ആന്റി ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസും സീരീസ് ക്വസ്റ്റ്യൻസും ആൽഫബറ്റിക് ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഒരുപാട് എണ്ണം ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വൃത്തിയായിട്ട് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ പാറ്റേൺ ഏതാണെന്ന് മനസ്സിലായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ റീസണിങ്ങും മാത്സും ചെയ്ത് പഠിക്കാൻ ഒരിക്കലും മടി വിചാരിക്കരുത്. വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ചിലരൊക്കെ പറയണ കേട്ടിട്ടുണ്ട്, റീസണിങ് ഞാൻ കണ്ട് മനസ്സിലാക്കി, ചെയ്ത് നോക്കി മനസ്സിലാക്കി, എനിക്ക് അത് മതി, എക്സാമിന് പോയി കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ കിട്ടുമെന്ന്. മേ ബി അങ്ങനെ കിട്ടിയേക്കാം. പക്ഷെ എല്ലാ സമയത്തും നമുക്കത് കിട്ടിയെന്ന് വരില്ല. ചില സമയത്ത് നമ്മുടെ കൈ വഴങ്ങണം. നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മുടെ മനസ്സ് വഴങ്ങുന്നിടത്ത് കൈ എത്തില്ല എന്ന്. കൈ വഴക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പൊ നമ്മുടെ കൈക്ക് നമ്മൾ പോലും അറിയാണ്ട് എന്താണ് ചെയ്യണത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും. ഇത് ഞാൻ വെറുതെ പറയണതല്ല കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും. ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടും എഴുതുമ്പോൾ.
ഓക്കെ, അപ്പം അതുകൊണ്ട് പറയണതാണ്. അപ്പോൾ ഒരിക്കലും മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ വായിച്ച് പഠിക്കാനോ നിൽക്കരുത് മാത്സും റീസണിങ്ങും. അത് എന്ത് തന്നെ പഠിക്കണം, എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, അപ്പം കിട്ടാവുന്ന അത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. അപ്പം നമുക്ക് ഈ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും താങ്ക് യു.